തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറ്റവും ആവേശകരമായ ഒരു രീതിയിലേക്ക് കടക്കുകയാണ്. ഇത് ഡിസംബർ 1 ഇനി 8 ദിവസം മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. പ്രചരണം അവസാനിക്കാൻ രണ്ടാം ഘട്ടത്തിന് 9 ദിവസമാണ് ബാക്കിയുള്ളത്. ഏതായാലും നമുക്ക് നോക്കാം മുന്നണികൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ഈ സമയത്ത് മുന്നോട്ട് പോകുന്നതെന്ന്. മാനസ ആദ്യം തിരുവനന്തപുരത്തുന്നുണ്ട്. മാനസ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശം എങ്ങനെയുണ്ട്? ഞാൻ ഈ നാട്ടുവണ്ടിയുടെ യാത്രയിൽ ഈ ആവേശം തൊട്ടറിഞ്ഞ് കടന്നു പോവുകയാണ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? അതുതന്നെയാണ് തീർച്ചയായും മനു ജില്ലകൾ താണ്ടി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂട് എത്രത്തോളമാണ് എന്നത് മനസ്സിലാക്കി വരികയാണ്. അന്തരീക്ഷമൊക്കെ തിരുവനന്തപുരത്തൊക്കെ ഇപ്പോൾ സിറ്റിയിൽ പൊന്മുടിയിൽ പോയ ആ ഒരു ഫീൽ ഉണ്ടെങ്കിൽ കൂടിയും രാവിലെ മുതലുള്ള ആ തണുപ്പിൽ ഈ ചൂടിന് ഒട്ടും കുറവില്ല, അതായത് തെരഞ്ഞെടുപ്പ് ചൂടിന് ഒട്ടും കുറവില്ല എന്ന് തന്നെയാണ്. മൂന്ന് മുന്നണികളും വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രചാരണത്തിൽ ഒരു പടി മുന്നിൽ LDF ആണ് നിൽക്കുന്നത്. അത് ഇതിനോടകം തന്നെ ജനങ്ങളും വിലയിരുത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. എവിടെ നോക്കിയാലും ആരോട് ചോദിച്ചാലും LDF തന്നെ വരണം എന്ന അഭിപ്രായങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത് എന്നതാണ്. മാത്രമല്ല ഇനി ആകെ ഒരാഴ്ചക്കാലം മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഒരാഴ്ചക്കാലം കൊണ്ട് UDFനോ NDAക്കോ കാര്യമായ രീതിയിലുള്ള ഒരു പ്രതിസന്ധി മറികടക്കാനുള്ള നീക്കങ്ങളും നടത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. കാരണം ഈ തുടക്കം മുതൽ, അതായത് സ്ഥാനാർത്ഥി നിർണയം ആരംഭിച്ചത് മുതൽ തന്നെ UDFലും NDAയിലും ഉണ്ടായ പ്രശ്നങ്ങളൊക്കെയും തന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതാണ്. മാധ്യമങ്ങളിലൂടെ ഏറെ വാർത്തകളായി അത് പുറത്തു വന്നതാണ്. പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ വിവിധ സ്ഥാനാർത്ഥികളാണ് UDFനെ സംബന്ധിച്ചിടത്തോളം. NDAയിലാകട്ടെ എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളില്ല എന്നതാണ് മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഒപ്പം UDFന്റെയും BJPയുടെയും കൂട്ടുകെട്ട് എത്രത്തോളമാണ് എന്നത് ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥി നിർണയം വന്നതോടുകൂടി പല വാർഡുകളിലും ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ പോലും കൂട്ടുപിടിച്ചുകൊണ്ടാണ് UDF മുന്നോട്ട് പോകുന്നത് എന്നത് പരസ്യമായി വരെ പറയുന്ന നേതാക്കളൊക്കെയും തന്നെയാണ് രംഗത്തെത്തിയത് എന്നുള്ളതാണ്. ആ ഒരു ഘട്ടം കൂടി കടന്നു പോകുമ്പോൾ UDFന് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വളരെ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് UDFനകത്ത് തന്നെയുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഒപ്പം തന്നെയാണ് NDA എത്രത്തോളമാണ് അവർ വിജയിക്കുക എന്നത് നോക്കിക്കാണേണ്ട ഒരവസ്ഥയാണ്. ഒരു പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് പിന്നാലെ പാർട്ടിക്കകത്ത് തന്നെ ഭിന്നാഭിപ്രായങ്ങളും അതൃപ്തിയും ഒക്കെ രൂക്ഷമാകുന്നു. അതോടൊപ്പം തന്നെ സുരേഷിന്റെ താല്പര്യത്തിനനുസരിച്ച് സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാക്കുന്നു. അതിൽ കൂടുതൽ ആളുകളും ഉൾപ്പെട്ടിട്ടില്ല. അപ്പം അതുമാത്രമല്ല പല വാർഡുകളിലും BJPക്ക് സ്ഥാനാർത്ഥികൾ ഇല്ല എന്നതാണ് മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളത് തന്നെയാണ്. പലയിടങ്ങളിൽ പോയാലും അത് തന്നെയാണ് ജനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആവേശ ചൂടിന് ഒട്ടും തന്നെ കുറവില്ല. അതായത് അന്തരീക്ഷം എത്രത്തോളം തണുത്താലും ചൂട് വളരെ രീതിയിൽ കൂടുന്നു എന്ന് തന്നെയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും പറയുന്നത് എന്നതാണ്. എത്രയും പെട്ടെന്ന് എല്ലാ വീടുകളിലും കയറി, അതായത് മൂന്നാം ഘട്ട പ്രചരണത്തിലേക്ക് പോവുകയാണ്. അവസാനവട്ട പ്രചരണമാണ്. അതായത് ഇനി 7 ദിവസം മാത്രമാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് ഉള്ളത്. അതായത് തെക്കൻ ജില്ലകളിൽ ഈ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള 7 ജില്ലകളിലാണ് ഒന്നാം ഘട്ടം. പിന്നീട് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഈ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളാണ്.